Hello, welcome to Daily News Analysis. Today is 28 November 2024. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 8 needed to meet the cost of controlling plastics India. ഇത് GS3 വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ കൂടാതെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായിട്ട് ഫെയർ ഷെയർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. GS2 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് സ്കൂളിംഗ് ഇൻ ഇന്ത്യ ഇൻ ടൈംസ് ഓഫ് പുവർ എയർ ക്വാളിറ്റി. ഇത് GS2 and 3 ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ. ആദ്യത്തെ ആർട്ടിക്കിൾ 8 needed to meet the cost of controlling plastics India. India, the ongoing global plastics treaty negotiations in Busan, South Korea, had made a significant proposal. അപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു തീം എന്ന് പറഞ്ഞ ഇതാണ്, ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി ആണ്. ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി ആണ്. ഇതിന്റെ നെഗോഷിയേഷൻസ് നടന്നത് ബുസാനിലാണ്, സൗത്ത് കൊറിയയിലുള്ള ബുസാൻ. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് പ്രപ്പോസൽ. ഇറ്റ് ഇൻസിസ്റ്റ് ദാറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഷുഡ് കംപ്ലൈ വിത്ത് പ്ലാസ്റ്റിക് കൺട്രോൾ മെഷേഴ്സ്. എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും പ്ലാസ്റ്റിക് കൺട്രോൾ മെഷേഴ്സുമായിട്ട് ചേർന്ന് പോകണമെന്നാണ് ഈ ട്രീറ്റി പ്രകാരം പറയുന്നത്. ഒൺലി ഇഫ് ദേ ആർ കോമ്പൻസേറ്റഡ് ഫോർ അസോസിയേറ്റഡ് കോസ്റ്റ്. ഇതാണ് അതിന്റെ ഹൈലൈറ്റ്. ഒൺലി ഇഫ് ദേ ഇതെങ്ങനെയാണ് ഇതുമായിട്ട് ഈ കംപ്ലൈ ചെയ്ത് പോകണമെന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് കൺട്രോൾ മെഷേഴ്സുമായിട്ട് എല്ലാ രാജ്യങ്ങളും ചേർന്ന് പോകണം, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് കൺട്രോൾ മെഷേഴ്സുമായിട്ട് ചേർന്ന് പോകണം. അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഒൺലി ഇഫ് ദേ ആർ കോമ്പൻസേറ്റഡ് ഫോർ ദ അസോസിയേറ്റഡ് കോസ്റ്റ്. അതിന് ഉണ്ടാകുന്ന, അങ്ങനെ ചേർന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റുകൾ, ആ അസോസിയേറ്റഡ് കോസ്റ്റിന് കൃത്യമായി കോമ്പൻസേറ്റ് ചെയ്താൽ മാത്രം അതുമായിട്ട് ചേർന്ന് പോകാം. ഓക്കെ, ഡ്രോയിങ് ഫ്രം principles used in climate negotiations, India emphasizes the need for technology transfer and financial support from developed nations to developing ones. അപ്പം ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഈ ക്ലൈമറ്റ് നെഗോഷിയേഷൻസിലെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്കറിയാം. നമുക്ക് ക്ലൈമറ്റ് ക്രെഡിറ്റിനെ പറ്റിയും അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റിനെ പറ്റിയുണ്ട്. അതുകൂടാതെ ക്ലൈമറ്റ് ഫിനാൻസിങ് ഒരു ടോപ്പിക്കാണ്. സോ ആ ഫിനാൻസിന്റെ ഒരു ആസ്പെക്ട് ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ CBDR എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. COP കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ കാണും എല്ലാവർക്കും. അതായത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങളല്ല, ക്ലൈമറ്റ് ചേഞ്ചസ് അല്ല ഇപ്പൊ നടക്കുന്നത്. നേരത്തെ ഇൻഡസ്ട്രിയലൈസേഷന്റെ സമയത്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള അന്ന് ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു അതായത് US പോലുള്ള ഇപ്പോഴത്തെ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരു അന്നത്തെ ആ ഒരു കാർബൺ എമിഷൻസും ഒക്കെ കൊണ്ടാണ് ഇന്നത്തെ ആ ക്ലൈമറ്റ് ചേഞ്ച് വന്നത്. സോ അവര് വേണം അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു നിയമം തന്നെയാണ് ഇതിനകത്തും ആപ്ലിക്കബിൾ ആവുന്നത്. ഫ്രം ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ഡെവലപ്ഡ് നേഷൻസ് ടു ഡെവലപ്പിംഗ് വൺസ്, റെസ്പെക്ടിങ് ഈച്ച് കൺട്രീസ് സ്പെസിഫിക് കണ്ടീഷൻസ്. ഓരോ കൺട്രിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് റെസ്പെക്ട് ചെയ്യണം. ഇന്ത്യ ഹാസ് ഓൾസോ കോൾഡ് ഫോർ എ ന്യൂ മൾട്ടിലാറ്ററൽ ഫണ്ട് ടു ഫിനാൻസ് ദിസ് ട്രാൻസിഷൻ. ഇന്ത്യയും അതിലൊരു പുതിയ മൾട്ടിലാറ്ററൽ ഫണ്ട് കൊണ്ടുവരണം ഈ ട്രാൻസിഷൻ ഫിനാൻസ് ചെയ്യാനെന്ന് വാദിച്ചിട്ടുണ്ട്. ഫോക്കസിങ് ഓൺ സസ്റ്റൈനബിൾ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ കൺസംഷൻ ഒക്കെയാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് കൃത്യമായ ഫണ്ടിങ് മെക്കാനിസം, ഒരു മൾട്ടിലാറ്ററൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡെവലപ്ഡ് നേഷൻസിന്റെ അവിടുന്ന് ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ ആവശ്യമാണ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എന്നാണ് ഇന്ത്യയുടെ ഒരു വാദം. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇറ്റ്സ് അണ്ടർ ദ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ കീഴിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് നെഗോഷിയേഷൻസ് എമംഗ് അറൌണ്ട് 170 കൺട്രീസ്. ഏകദേശം 170 രാജ്യങ്ങൾ ഉണ്ട് ഈ ഒരു ട്രീറ്റിയിൽ. എയിംഡ് അറ്റ് അഡ്രസ്സിംഗ് ദ ഗ്ലോബൽ പ്ലാസ്റ്റിക് ക്രൈസിസ്. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു എയിം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ 5th റൗണ്ട് ഓഫ്
talks officially called the Intergovernmental Negotiations Committee. ഇപ്പൊ ഇത് 5ാമത്തെ ലെവൽ റൗണ്ട് ടോക്ക് ആണ്. നമ്മൾ പറഞ്ഞു ബുസാനിൽ ഇപ്പം നടക്കുന്നത് കറന്റ് ഓൺഗോയിങ് ആയിട്ടുള്ള ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുടെ 5ാമത്തെ ഒരു 5th റൗണ്ട് ഓഫ് ടോക്സ് ആണ് ഇപ്പം നമ്മൾ ഇവിടെ ഈ ബുസാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒഫീഷ്യൽ ആയിട്ട് വിളിക്കുന്ന ഇന്റർ ഗവൺമെന്റൽ നെഗോസിയേഷൻസ് കമ്മിറ്റി എന്നാണ്. ഷെഡ്യൂൾഡ് ടു കൺക്ലൂഡ് ഓൺ December 1st, 2024. ഇതിൽ കീ ചലഞ്ചസ് ഈ ട്രീറ്റിയുടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ടേംസ് ലൈക്ക് പ്ലാസ്റ്റിക് കൺട്രോൾ മെഷേഴ്സ് ഇതൊന്നും ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതൊന്നും ഒരു യൂണിവേഴ്സൽ ഡെഫിനിഷൻ അത് ലാക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലാതെ ഉണ്ട്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല ഈ പറയുന്ന പ്ലാസ്റ്റിക്കിന് കൺട്രോൾ മെഷേഴ്സ് എന്ന ടേംസിനൊന്നും. ഓക്കെ, പിന്നെ വൈഡ് റേഞ്ചിങ് ഓഫ് ഇഷ്യൂസ് ഈ നെഗോസിയേഷൻസിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ഫ്രം പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ടു സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു വേഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള കുറെ അധികം വൈഡ് റേഞ്ചിങ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ആ സ്പെസിഫിസിറ്റി അത് കുറയ്ക്കുന്നുണ്ട് ഇത്. ഓക്കെ, പിന്നെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പ്രപ്പോസലിന്റെ കോമ്പൻസേഷൻ ഫോർ കോസ്റ്റ്, ആ കോസ്റ്റിന് ഇതിന് സ്പെൻഡ് ആവുന്ന ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേനും നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് എന്താ കുറെ അധികം കോസ്റ്റ് വരും. അതിനൊക്കെ വേണ്ടി അതൊക്കെ നമ്മളെ കോമ്പൻസേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ അതിന് വേണ്ട ഫണ്ടിങ്സ് തരണം. ഇന്ത്യ ആർഗ്യൂസ് ദാറ്റ് ഡെവലപ്പിംഗ് നേഷൻസ് ഫേസ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ബാരിയേഴ്സ് ഇൻ ഇംപ്ലിമെന്റിംഗ് പ്ലാസ്റ്റിക് കൺട്രോൾ മെഷേഴ്സ്. അതെ, നമ്മൾ കുറെ അധികം ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, പിന്നെ കൂടാതെ കംപ്ലയൻസ് ഷുഡ് ഓൺലി ബി മാൻഡേറ്ററി ഇഫ് ദീസ് കോസ്റ്റ് ആർ കവേർഡ് ബൈ ഡെവലപ്ഡ് നേഷൻസ്. അപ്പൊ ഇത് മാൻഡേറ്ററി ആക്കണമെങ്കിൽ, കംപ്ലയൻസ് മാൻഡേറ്ററി ആക്കണമെങ്കിൽ ഓൺലി ഇഫ് ദീസ് costs are covered by developing nations. അതൊരു കണ്ടീഷനാണ്. ടെക്നോളജി ട്രാൻസ്ഫർ, ഇന്ത്യ സ്ട്രെസ്സസ് the need for developed countries to share advanced technologies with developing nations. അത് നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസ്ഫർ നടക്കണം ടെക്നോളജിയുടെ. ദിസ് ട്രാൻസ്ഫർ മസ്റ്റ് റെസ്പെക്ട് നാഷണൽ കണ്ടീഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. ഇത് ഓരോ രാജ്യങ്ങളുടെയും സ്പെസിഫിക് ആയിട്ടുള്ള നാഷണൽ കണ്ടീഷൻസിനെ കപ്പാസിറ്റീസിനെ മീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കൂടുതൽ ടെക്നോളജി ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് കൊടുക്കുക. അതാണ് ഓരോ രാജ്യങ്ങളുടെയും കണ്ടീഷൻ എന്താണ്, അവിടുത്തെ കപ്പാസിറ്റി എന്തൊക്കെയാണ്, അതൊക്കെ നോക്കിയിട്ട് വേണം ഈ ട്രാൻസ്ഫർ ചെയ്യാൻ. ക്രിയേഷൻ ഓഫ് എ ന്യൂ ഫണ്ട്, അത് അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇന്ത്യ പ്രപ്പോസ് ചെയ്തു ഒരു മൾട്ടിലാറ്ററൽ ഫണ്ട് വേണം, സെപ്പറേറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് ഫണ്ടിങ് മെക്കാനിസംസ്. ഇപ്പോൾ ഉള്ള ഫണ്ടിങ് മെക്കാനിസത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു മൾട്ടിലാറ്ററൽ ഫണ്ട് ഇന്ത്യ പ്രപ്പോസ് ചെയ്തു. പിന്നെ കൂടാതെ ദിസ് ഫണ്ട് വുഡ് ഫിനാൻസ് ടെക്നോളജി ട്രാൻസ്ഫർ. ഇത് എന്തിനെ ഫിനാൻസ് ചെയ്യണം? ടെക്നോളജി ട്രാൻസ്ഫറിനെ ഫിനാൻസ് ചെയ്യണം. ഹെൽപ്പ് കവർ കംപ്ലയൻസ് കോസ്റ്റ്. ഇത് എന്തിനെ കവർ ചെയ്യണം? കംപ്ലയൻസ് കോസ്റ്റ്. ഇത് ഈ നിയമമായിട്ട് ചേർന്ന് പോകുമ്പോൾ അതിന് ഉണ്ടാകാൻ പോകുന്ന കോസ്റ്റിനെയൊക്കെ ഇത് കവർ ചെയ്യണം. ആൻഡ് സപ്പോർട്ട് എ ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ പ്ലാസ്റ്റിക് മാനേജ്മെന്റ്. അങ്ങനെ നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യണം. ഗവർണൻസ്, ദിസ് ഫണ്ട് വുഡ് ബി മാനേജ്ഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് ബോഡി ടു എൻഷുർ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഒരു സ്പെഷ്യലൈസ്ഡ് ബോഡി ഇത് മാനേജ് ചെയ്യണം. ഈ ഫണ്ട് എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഇപ്പൊ ലാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കുറച്ചധികം ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കുറച്ചധികം ആവശ്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഓക്കെ, ബ്രോഡർ ഇംപ്ലിക്കേഷൻസ്. ഇതിന്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള എന്തൊക്കെയാണ് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്സ് അതൊക്കെ എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ്, ബ്രോഡർ നോർത്ത് സൗത്ത് ഡിവൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ഗ്ലോബൽ എൻവയോൺമെന്റൽ നെഗോസിയേഷൻസ്. അതിലൊരു നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ട്. അതായത് ഗ്ലോബൽ നോർത്ത് ഗ്ലോബൽ സൗത്ത് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഡെവലപ്ഡ് നേഷൻസ് ഓഫൺ പുഷ് ഫോർ സ്ട്രിക്റ്റർ റെഗുലേഷൻസ്. ആരാണ് കൂടുതൽ റെഗുലേഷൻസിനെ വേണ്ടി വാദിക്കുന്നത്? അത് ഡെവലപ്ഡ് നേഷൻസ് ആയിരിക്കും. കുറെ അധികം റെഗുലേഷൻസ് കൊണ്ടുവരണം. ഡെവലപ്പിംഗ് നേഷൻസ് എന്താ പറയുന്നത്? ആർഗ്യൂ ഫോർ ഫെയർനെസ്. ഇങ്ങനെ കൊടുക്കുന്നതല്ല, നമ്മുടെ CBDR ഒക്കെ മനസ്സിൽ വെച്ചോണം. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അവിടെ ഒരു ഫെയർനെസ് കൊണ്ടുവരണം. ഇതിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിലൊരു ഫെയർനെസ് വേണം. കൂടാതെ ഫിനാൻഷ്യലും ടെക്നോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്നും ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസ് വാദിക്കുന്നുണ്ട്. ഓക്കെ, സോ ദ ഔട്ട്കം ഓഫ് ദീസ് നെഗോസിയേഷൻസ് വിൽ ലൈക്ലി ഷേപ്പ് ദ ഗ്ലോബൽ റെസ്പോൺസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് ഡിറ്റർമൈൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡിഫറെന്റ് നേഷൻസ് ഇൻ ടാക്ലിംഗ് ദിസ് ഇഷ്യൂ. അപ്പോൾ ഓരോ നേഷൻസിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും പല രാജ്യങ്ങൾക്കും. അത് ഉയർത്തിക്കൊണ്ടുവരിക, ഓരോ നേഷൻസിനും കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യുക, അതുപോലെ ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷനിൽ ഒരു ഗ്ലോബൽ റെസ്പോൺസ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഈ നെഗോഷിയേഷൻസിന്റെ ഒരു ഔട്ട്കം ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തതായിട്ട് ഫെയർ ഷെയർ എന്ന് പറഞ്ഞ ഒരു GS2-നകത്ത് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് നോക്കാം. Union Minister Ashwini Vaishnav on National Press Day talked about the need for fair payment to media companies. അതായത് നാഷണൽ പ്രസ് ഡേയുടെ ദിവസം അശ്വിനി വൈഷ്ണവ് പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സോ എന്താണ് പറഞ്ഞത് അശ്വിനി വൈഷ്ണവ്? അദ്ദേഹം പറഞ്ഞത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കൊടുക്കണം മീഡിയ കമ്പനീസിന്. ആര്? ബൈ ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ആൻഡ് മെറ്റ. എന്തിനു വേണ്ടിയാ? കാരണം എന്താണ് ഇത് കൊടുക്കേണ്ടത്? മീഡിയ കമ്പനീസിന് ഗൂഗിളും മെറ്റ എന്തിനാണ് പൈസ കൊടുക്കേണ്ടത്? അതെ, അവരുടെ കണ്ടന്റ് എടുക്കുന്നത് കൊണ്ട്. പല മീഡിയ കമ്പനീസിന്റെ കണ്ടന്റ് നമ്മുടെ ഗൂഗിളും മെറ്റയും തുടങ്ങിയ ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് കൃത്യമായ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് മീഡിയ കമ്പനീസിന് കൊടുക്കണമെന്നാണ് നമ്മുടെ ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അതായത് അശ്വിനി വൈഷ്ണവ് നാഷണൽ പ്രസ് ഡേയിൽ പറഞ്ഞതാണ്. റൈറ്റ് നൗ ദീസ് പ്ലാറ്റ്ഫോംസ് ഹാവ് മോർ പവർ. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോംസിന് എന്താ കൂടുതൽ പവർ ഉണ്ട് ആൻഡ് ഡിസൈഡ് ദ ഫിനാൻഷ്യൽ ടേംസ്. കാരണം അവരെന്താ ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് ആണ്. ഓക്കെ, വിച്ച് പുട്ട് ന്യൂസ് ഓർഗനൈസേഷൻസ് ഇൻ എ ടഫ് സ്പോട്ട്. ഇവിടെ ആർക്കാ പവർ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്നത്? ന്യൂസ് ഓർഗനൈസേഷൻസിനും ആ മീഡിയയ്ക്ക് വേണം. ഓക്കെ, countries like Australia and France have introduced rules to make these platforms share revenue fairly. അപ്പം ചില രാജ്യങ്ങൾ ലൈക്ക് ഓസ്ട്രേലിയ, ഫ്രാൻസ് ഈ മുതലായ രാജ്യങ്ങൾ എന്താണ് ചെയ്തത്? കുറച്ചധികം റൂൾസ് കൊണ്ടുവന്നു ഈ ഒരു പ്ലാറ്റ്ഫോംസിൽ റവന്യൂ ഷെയറിങ് ഫെയർ ആണ്. ഓക്കെ, ഇന്ത്യ ഓൾസോ നീഡ്സ് സിമിലർ റൂൾസ് ടു സപ്പോർട്ട് ന്യൂസ് കമ്പനീസ്. അപ്പം ഇന്ത്യയിലും എന്ത് വേണം? സിമിലർ ആയിട്ടുള്ള റൂൾസ് വേണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. എസ്പെഷ്യലി ആസ് AI makes it easier to take and use content without proper credit and payment. നമുക്കറിയാം AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, കുറെ അധികം കണ്ടന്റ്സ് നമുക്ക് കിട്ടും വിതൗട്ട് പ്രോപ്പർ ക്രെഡിറ്റ് ഓർ പേയ്മെന്റ്. അവർക്ക് പേയ്മെന്റും അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ചിലപ്പം എവിടുന്നാണ് ഇത് വന്നേക്കുന്നത്, ഈ AI എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്ത് ഈ കണ്ടന്റ്, എസ്പെഷ്യലി ChatGPT മുതലായ കാര്യങ്ങളിൽ നമുക്ക് അറിയാവുന്നതാണ്. ഇത് എവിടുന്നാണ് ഈ കണ്ടന്റ് എടുത്തേക്കുന്നത്, അതിനൊരു റെഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ആസ്പെക്ട് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുക, ആ ഒരു ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അടുത്തതായിട്ട് ദ മിനിസ്റ്റർ ഓൾസോ സ്പോക്ക് അബൌട്ട് ദ പ്രോബ്ലം ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് മിസ് ഇൻഫർമേഷൻ. ഇന്നത്തെ കാലത്ത് ഈ ഗവർണൻസിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ മിസ് ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത്. ഹി സെഡ് ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് നോട്ട് ആക്ട് ആസ് എ സെൻസർ ഓർ ഡിസൈഡ് വാട്ട് ഈസ് ട്രൂ ആൻഡ് ദിസ് ക്യാൻ ഹാം ട്രസ്റ്റ്. അത് ഗവൺമെന്റ് ഒരു സെൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് ശരിയെന്ന് ഗവൺമെന്റ് അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാം ട്രസ്റ്റ്. ആ ഒരു ഗവൺമെന്റിനുള്ള വിശ്വാസത്തിനെ അത് ഹനിക്കും. ഓക്കെ, ഇൻസ്റ്റഡ് ഇംപ്രൂവിംഗ് മീഡിയ ലിറ്ററസി. മീഡിയ എന്താണ്, എങ്ങനെ ആവണം മീഡിയ പ്രവർത്തിക്കുന്നത്. സോ ആ മീഡിയ ലിറ്ററസിയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് സപ്പോർട്ടിങ് എ ഫ്രീ പ്രസ്. ഒരു ഫ്രീ പ്രസ് സപ്പോർട്ട് ചെയ്യണം. ടു ഫൈറ്റ് ഫോൾസ് ഇൻഫർമേഷൻ ഈസ് ദ ബെറ്റർ വേ. ഇതാണ് ഒരു മീഡിയ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഫ്രീ പ്രസ് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫോൾസ് ഇൻഫർമേഷനെ കർബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത്. വൈൽ റെഗുലേറ്റിംഗ് ബിഗ് ടെക് ഈസ് ഇമ്പോർട്ടൻറ്റ്. റെഗുലേറ്റ് ചെയ്യണം ബിഗ് ടെക്കിന്. ദ ഗവൺമെന്റ് മസ്റ്റ് എൻഷുർ ഇറ്റ് ഡസ്ന്റ് മിസ്യൂസ് ഇറ്റ്സ് പവർ ആൻഡ് അപ്ലൈ റൂൾസ് അൺഫെയർലി. അപ്പൊ അത് റെഗുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഗവൺമെന്റ് അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നോക്കണം. അവരുടെ പവർ അതുപോലെ തന്നെ എന്താ റൂൾസ് ഒക്കെ അൺഫെയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് നോക്കണം. ദിസ് ഈസ് എ ചാൻസ് ടു സോൾവ് ഓൾ പ്രോബ്ലംസ് ഇൻ ദ ന്യൂസ് ഇൻഡസ്ട്രി. അപ്പം എന്താ പഴയ പ്രോബ്ലംസ് മുതലായിട്ടുള്ള വലിയ പഴയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പണ്ട് മുതലേ നിലനിൽക്കുന്ന ആ പ്രോബ്ലംസ് ഒക്കെ ന്യൂസ് ഇൻഡസ്ട്രിയിലെ സോൾവ് ചെയ്യാനും അതുപോലെ പ്രസ് ഫ്രീഡം പ്രൊട്ടക്ട് ചെയ്യാനും അത് സഹായിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ആർട്ടിക്കിൾ. അടുത്തതായിട്ട് സ്കൂളിംഗ് ഇൻ ഇന്ത്യ ഇൻ ടൈംസ് ഓഫ് പുവർ എയർ ക്വാളിറ്റി. ഇത് അടുത്ത ഒരു ടോപ്പിക് ആയിരുന്നു. GS2-ലും GS3-ലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നതെന്ന് നോക്കാം. In November 2024, Delhi schools switched to online classes. നമുക്കറിയാം നവംബർ 2024 ഒക്കെ എന്താ സംഭവിച്ചത്. ആ സമയത്ത് നമ്മുടെ ദീപാവലിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം എന്താ ഭയങ്കരമായിട്ട് എയർ ക്വാളിറ്റി കുറയാൻ തുടങ്ങി. സോ ഡൽഹി സ്കൂൾസ് ആ എയർ ക്വാളിറ്റി അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ കൂടിയപ്പോൾ എന്താ സംഭവിച്ചത്, ഡൽഹിയിലെ സ്കൂൾസ് ഒക്കെ എന്തിലേക്ക് മാറി, ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങി. അണ്ടർ ദ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ GRAP, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിലേക്ക് അതിന്റെ ഭാഗമായിട്ട് ഡൽഹി സ്കൂൾസ് എല്ലാം ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങി. ഡ്യൂ ടു പുവർ എയർ ക്വാളിറ്റി. എന്തുകൊണ്ടാണ്? എയർ ക്വാളിറ്റി വളരെ മോശമായതുകൊണ്ട് ഈ ഒരു
ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഫോളോ ചെയ്യേണ്ട വന്നു. അത് പ്രകാരം ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ഡൽഹി സ്കൂൾസ് എല്ലാം സ്വിച്ച് ചെയ്തു. റേസിംഗ് കൺസേൺസ് അബൌട്ട് ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ആൻഡ് ബ്രോഡർ കോൺസിക്വൻസസ്. ഇതിന്റെ എഫക്റ്റീവ്നെസ്സും അതുപോലെ അതിന്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള കോൺസിക്വൻസസും ഒക്കെ ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ആർട്ടിക്കിൾ ആർഗ്യൂസ് ദാറ്റ് ക്ലോസിംഗ് സ്കൂൾസ് ഇസ് നോട്ട് എ സയന്റിഫിക്കലി സൗണ്ട് സൊല്യൂഷൻ. ഇതൊരു സയന്റിഫിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു നല്ലൊരു സൊല്യൂഷൻ അല്ല ഇത് സോൾവ് ചെയ്യാൻ. ഈ പ്രോബ്ലം അവിടെ റൂട്ട് കോസ് അവിടെ സോൾവ് ആവുന്നില്ല. ആസ് ചിൽഡ്രൻ ഫേസ് സിമിലർ എയർ ക്വാളിറ്റി അറ്റ് ഹോം ആൻഡ് മേ ലോസ് ഔട്ട് ഓൺ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കിപ്പോ അറിയാവുന്ന കാര്യമാണ്, ഇവര് സ്കൂളിൽ പോയാലും ഇവര് വീട്ടിൽ ഇരുന്നാലും ഡൽഹിയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. സോ സിമിലർ ആയിട്ടുള്ള എയർ ക്വാളിറ്റി ആയിരിക്കും രണ്ട് സിറ്റുവേഷൻസിലും ഉള്ളത്. അപ്പൊ സ്കൂളിൽ പോവാതിരുന്നിട്ട് കാര്യമില്ല. അത് പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കും. ഈ സ്കൂളിൽ പോവാതിരുന്നു കഴിഞ്ഞാൽ വേറെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടെ ഉണ്ടാവും. എന്താ, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലോസ് ചെയ്യും. പിന്നെ അതുപോലെ മിഡ് ഡേ മീൽസ് അതൊക്കെ ഇവർ ലോസ് ചെയ്യും, വിച്ച് ആർ വൈറ്റൽ ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റുഡൻസ്. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസിന് എന്താണ് ഇതൊരു വൈറ്റൽ ആയിട്ടുള്ള കാര്യം. അതായത് മിഡ് ഡേ മീൽസ് എന്ന് പറയുന്നത് ആ കാര്യമൊക്കെ അതൊക്കെ ലൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ആർ സീൻ ആസ് ഇൻഅഡിക്വേറ്റ് റീപ്ലേസ്മെന്റ്സ് ഫോർ സ്കൂൾ ബേസ്ഡ് ലേണിംഗ്. അപ്പം എന്താ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മൾ ആ കോവിഡ് സമയത്തും കണ്ടതാണ്. അതിൽ ഒത്തിരി അധികം ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇറ്റ്സ് ഇൻഅഡക്വേറ്റ് റീപ്ലേസ്മെന്റ്സ്. അത് ഇൻഅഡക്വേറ്റ് ആണ്. കാരണം ഇപ്പൊ ഒത്തിരി കുട്ടികൾക്ക് അറ്റൈൻമെന്റ് ഗ്യാപ്പ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, ഡിഗ്രിക്കാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും. കാരണം എന്താ, ഒത്തിരി ക്ലാസ്സസ് ഓൺലൈൻ ആയിട്ട് കൊടുത്തു, പക്ഷെ ആ അറ്റൈൻമെന്റ് ഗ്യാപ്പ് കൂടി. കൃത്യമായിട്ട് കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ലായിരുന്നു ക്ലാസ്സിൽ. ഓൺലൈൻ ആയിട്ട് പോയപ്പോ ക്ലാസ്സിൽ അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ലായിരുന്നു, അറ്റൻഡൻസ് നോക്കാറില്ലായിരുന്നു. സോ അതൊക്കെ എന്താ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ആ ഒരു ലേണിംഗ് ഔട്ട്കംസിനെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്യാൻ ലീഡ് ടു നെഗറ്റീവ് എഫക്ട്സ് ഇൻക്ലൂഡിങ് ലേണിംഗ് ലോസ്. അത് നമ്മൾ പറഞ്ഞു, ലേണിംഗ് ലോസ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ സ്ക്രീൻ ഓവർ എക്സ്പോഷർ, ഫോണിലാണ് കൂടുതൽ അല്ലെങ്കിൽ ലാപ്പിലൊക്കെയാണ് ക്ലാസ്സസ് കേട്ടുകൊണ്ടിരുന്നത്. സോ എന്താണ്, സ്ക്രീൻ വളരെയധികം ഓവർ എക്സ്പോഷർ ഉണ്ടായി. പിന്നെ അതുപോലെ സ്ക്രീൻ ടൈം കൂടി. ആൻഡ് അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, കുറെ പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ തോന്നുന്നു. അങ്ങനെ കുറെ അൺഈക്വൽ ആയിട്ട് ആ ഒരു ഡിജിറ്റൽ ഡിവൈഡ്, കണക്ടിവിറ്റി ഡിവൈഡ് ഒക്കെ ഇതുമായിട്ട് ചേർത്ത് പറയാവുന്നതാണ്. ഓക്കെ, പിന്നെ കൂടാതെ ദ ആർട്ടിക്കിൾ ഓൾസോ ക്രിട്ടിസൈസസ് the article also criticizes the reliance on face mask for children. അപ്പൊ എന്താ, ആർട്ടിക്കിൾ അതിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഫേസ് മാസ്ക് എല്ലാ ചിൽഡ്രൻസിനും കൊടുക്കുന്നതിനെ. സ്റ്റേറ്റിംഗ് ദാറ്റ് സച്ച് മാൻഡേറ്റ്സ് ഷുഡ് ബി ഏജ് സ്പെസിഫിക്. അത് ഓരോ ഏജിനനുസരിച്ചായിരിക്കണം ആ ഓരോ മാൻഡേറ്റ്സ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. പേഴ്സണലൈസ്ഡ് ആയിരിക്കണം ആൻഡ് ഗൈഡഡ് ബൈ മെഡിക്കൽ എക്സ്പെർട്ടൈസ്. മെഡിക്കൽ ഒപ്പീനിയൻസ് കൂടുതൽ എടുത്തിട്ട് വേണം ഇങ്ങനത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ. Schools with air purifiers are suggested to be safer environments than many homes. ഒത്തിരി വീടുകളെക്കാൾ സേഫർ ആയിട്ട് കാണുന്നതാണ് എയർ പ്യൂരിഫയേഴ്സ് ഒക്കെ ഉള്ള സ്കൂളുകളെയാണ് കുറച്ചുകൂടെ സേഫർ എൻവയോൺമെന്റ് ആയിട്ട് കാണുന്നത്. സോ വീട്ടിലെല്ലാരെയും അടച്ചിരിക്കുക എന്ന് പറയുന്നത് അതൊരു കൃത്യമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് സ്ട്രിക്റ്റർ ഇൻഡോർ എയർ ക്വാളിറ്റി മെഷേഴ്സ് കുഡ് ബി മോർ എഫക്റ്റീവ് ദാൻ മാസ്ക് മാൻഡേറ്റ്സ്. മാസ്ക് കൊണ്ടുവരുന്നതിൽ നല്ലത് എന്താണ്, സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഇൻഡോർ എയർ ക്വാളിറ്റി മെഷേഴ്സ് കൊണ്ടുവരിക. അകത്തെ ഒരു എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഇൻഡോർ എയർ ക്വാളിറ്റി മെഷേഴ്സ് കൊണ്ടുവരിക. അതാണ് ഇതിലും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് എന്നാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, കുറച്ച് റെക്കമെൻഡേഷൻസ് കൂടി ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കീപ് സ്കൂൾസ് ഓപ്പൺ. സ്കൂളുകൾ എന്താണ് കുറച്ച് ഓപ്പൺ ആക്കുക. സ്കൂൾസ് ഷുഡ് റിമെയിൻ ഫങ്ഷണൽ റിഗാർഡ്ലെസ് ഓഫ് എയർ ക്വാളിറ്റി. എയർ ക്വാളിറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ, സ്കൂൾസ് കൃത്യമായിട്ട് ഫങ്ഷണൽ ആയിട്ട് പ്രവർത്തിക്കുക. വിത്ത് മെഷേഴ്സ് ലൈക്ക്, എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, ലൈക്ക് ഹോൾട്ടിംഗ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, പുറത്തുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആയിക്കോട്ടെ എന്ത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, കുട്ടികളെ കൊണ്ട് പുറത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ആ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഹോൾട്ട് ചെയ്യുക. പിന്നെ അതുപോലെ അകത്ത് യൂസിങ് എയർ പ്യൂരിഫയേഴ്സ് യൂസ് ചെയ്യുക. അവോയ്ഡ് ജനറൽ മാസ്ക് മാൻഡേറ്റ്സ്, പൊതുവായിട്ട് എല്ലാവരോടും മാസ്ക് ഉപയോഗിക്കുക അങ്ങനെയുള്ള മാൻഡേറ്റ്സ് കൊണ്ടുവരാതെ മാസ്ക് ഷുഡ് ഓൺലി ബി റെക്കമെൻഡഡ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഹെൽത്ത് നീഡ്സ് ആൻഡ് ഏജ്. ഓരോ ആളുകളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹെൽത്ത് നീഡ്സും അവരുടെ ആവശ്യകതകൾ നോക്കിയും അവരുടെ ഏജ് നോക്കിയിട്ടും വേണം മാസ്ക് മാൻഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ. നോട്ട് ഇമ്പോസ്ഡ് യൂണിഫോംലി, എല്ലാവർക്കും ഒരേപോലെ ഒരു മാൻഡേറ്റ് കൊണ്ടുവരാൻ പാടില്ല. കൂടാതെ ഫോക്കസ് ഓൺ മിറ്റിഗേഷൻ, കുറച്ച് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസിലൊക്കെ കുറെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. എഫേർട്സ് ലൈക്ക്
improved ventilation, air purification, and personal health precautions. Example ആയിട്ട് vaccines for respiratory concerns should be prioritized. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യണം. സോ മിറ്റിഗേഷൻ ആണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ട കൺട്രോൾ മെഷേഴ്സ് എടുക്കുക. അതൊക്കെയാണ് കൂടുതലായിട്ട് റെക്കമെൻഡേഷൻസ് കൊടുത്തേക്കുന്നത്. പിന്നെ കൂടാതെ റേറ്റിംഗ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ ഓർ ഹൈബ്രിഡ് സ്കൂളിംഗ് ഷുഡ് നോട്ട് റീപ്ലേസ് ഫിസിക്കൽ ക്ലാസ്സസ്. ഇത് നമ്മൾ പലപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ്. സോ നമുക്കറിയാവുന്ന കാര്യമാണ്, ഫിസിക്കൽ ക്ലാസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂൾസ് നീഡ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ടു മെയിൻറ്റെയിൻ ഇൻ പേഴ്സൺ ലേണിംഗ്. അപ്പോൾ എന്താണ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്, കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരിക ഇൻ പേഴ്സൺ ലേണിംഗിന് വേണ്ടി. ഓക്കെ, അഡോപ്റ്റ് എ പീപ്പിൾ സെൻട്രിക് പോളിസി. എപ്പോഴും എന്തായിരിക്കണം പോളിസി? പീപ്പിൾ സെൻട്രിക് ആയിരിക്കണം, ജനകീയമായിരിക്കണം. അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഓരോ ആളുകളെ അനുസരിച്ച് വേണം ആ ഒരു പോപ്പുലേഷനെ സെൻട്രിക് ആയിട്ടായിരിക്കണം ഓരോ പോളിസിയും കൊണ്ടുവരാൻ വേണ്ടി. പോളിസി ഷുഡ് മിനിമൈസ് ദ ഡിസ്പ്രപ്പോർഷനേറ്റ് ഇമ്പാക്ട് ഓൺ വൾണറബിൾ ഗ്രൂപ്പ് ഇൻക്ലൂഡിംഗ് ചിൽഡ്രൻ ഫ്രം ലോ ഇൻകം ഫാമിലീസ്. അവർക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് കൊണ്ടുവരാതെ അവരെയും കൺസിഡർ ചെയ്ത് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ വേണം നമ്മുടെ ഓരോ പോളിസീസും കൊണ്ടുവരാനാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, പിന്നെ ആസ് എ കൺക്ലൂഷൻ, പുവർ എയർ ക്വാളിറ്റി ഈസ് എ റെക്കറിംഗ് ഇഷ്യൂ ഇൻ ഡൽഹി. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ പൊല്യൂഷൻ ഒക്കെ പറയുമ്പോൾ അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്ലേസസ് വി ആർ നോട്ടിംഗ് ഈസ് ഡൽഹി. അറിയാവുന്ന കാര്യമാണ്. വിത്ത് നോ ഡേയ്സ് ഓഫ് ഗുഡ് AQI റെക്കോർഡഡ് ഇൻ 2024. അതെടുത്ത് പറയേണ്ടതാണ്. 2024 ഒരു ദിവസവും ഗുഡ് AQI വന്ന ദിവസങ്ങളില്ല, എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഗുഡ് ആയിട്ട് വന്ന ദിവസങ്ങളില്ല. ദ ആർട്ടിക്കിൾ സ്ട്രെസ്സസ് ദാറ്റ് ലിങ്കിങ് സ്കൂൾ ക്ലോഷേഴ്സ് ടു GRIP, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. അതും സ്കൂൾ ക്ലോഷേഴ്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷർ അല്ല എന്നാണ് പറയുന്നത്. സ്കൂൾസ് ആർ നോട്ട് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ. സ്കൂളുകളല്ല പൊല്യൂഷൻ സോഴ്സസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റഡ് പോളിസീസ് ഷുഡ് ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് ചിൽഡ്രൻസ് ഹെൽത്ത് വൈൽ മെയിൻറ്റെയിനിങ് ദെയർ എഡ്യൂക്കേഷൻ ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റ്. അപ്പം എന്താണ് പോളിസീസ് എങ്ങനെയായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? കുട്ടികളുടെ ഹെൽത്തും പിന്നെ അതുപോലെ അവരുടെ എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റിനെയും നോക്കിയിട്ട് വേണം ഓരോ പോളിസീസും ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ നമുക്കൊരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. With reference to the ongoing negotiations on the Global Plastic Treaty, consider the following statements. 1. The treaty seeks to establish global regulations to address plastic pollution and ensure sustainable plastic production and consumption. Option 2. India has proposed the creation of a dedicated multilateral fund to support developing nations in complying with treaty obligations. 3. As of now, there is no universally agreed definitions of the term plastic within the treaty negotiations. Which of the following statements given above is or are correct? 1 and 2 only. Option B, 2 and 3 only. Option C, 1 and 3 only. Option D, 1, 2 and 3. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തതിന്റെ ആൻസർ. ഫസ്റ്റ് ആർട്ടിക്കിൾ കേട്ടവർക്ക് എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിലും വായിച്ചു എല്ലാവർക്കും എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. അടുത്ത ദിവസം ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ഹാപ്പി ലേണിംഗ്.